അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ റെസിപ്പിയാണ്. വലിയവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിട്ടാണ്. നമ്മുടെ സ്വന്തം ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ ഞാനിവിടെ ഒരു 250 ഗ്രാം അളവിൽ ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത് വേണ്ടത് ഒരു പച്ചമുളകാണ്. ഞാനിവിടെ ഒന്നേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. നമ്മൾ മുളക് പൊടിയും കുരുമുളകും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 8 അല്ലി വെളുത്തുള്ളിയാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മൂന്നും നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഒരു ബൗളിലോട്ട് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളകാണ്. അതും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. കുരുമുളകും മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യുക. എൻ്റെ കുരുമുളകും മുളക് പൊടിയൊക്കെ അത്യാവശ്യം എരിവുള്ളതാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ക്രിസ്പിനെസ് നമ്മളെ ചിക്കന് കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് റെഡ് കളറും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ്. ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാനും ആ ഒരു പുളിയുടെ കണ്ടൻറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ ആ ഒരു തൈരിൻ്റെയും അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒക്കെ ആ ഒരു വാട്ടർ കണ്ടൻറ്റ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾ ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 4 അല്ലി കരിവേപ്പില എടുത്തിട്ട് നമ്മൾ കൈ വെച്ച് നന്നായിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലും എഫക്റ്റൊക്കെ കിട്ടുന്ന രീതിയിലൊന്ന് തിരുമ്പിയിട്ട് നമുക്കത് ചിക്കനിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു 30 മിനിറ്റ്സ് വരെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ടൈമാണോ മസാല വെച്ചിട്ട് വെക്കാൻ പറ്റുന്നത് അത്രയും ടൈം വെക്കുക. കൂടുതൽ ടൈം വെക്കുമ്പോൾ മസാല നന്നായിട്ട് പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ പീസസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിമിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കുക. ചിക്കൻ ഇടുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. എന്നാലേ ചിക്കൻ്റെ ഉള്ളിൽ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കളറ് മാറും, ഉള്ളോട്ട് വേഗം വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിമിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ചിക്കൻ ഇപ്പോൾ ഒരു സൈഡ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ചെറിയൊരു സ്പൂണൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതതിൻ്റെ കണ്ടില്ലേ കളറൊക്കെ മാറിയൊരു റെഡ് കളർ വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത സൈഡും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കൻ ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് ഫ്രൈ വന്നിട്ടുണ്ട്. നമുക്കിനി ജസ്റ്റ് ഒന്ന് കോരി നോക്കാം എങ്ങനെയുണ്ട്. അതേ കണ്ടില്ല, നല്ലൊരു ഗോൾഡൻ റെഡ് കളറായി വന്നിട്ടുണ്ട്. നന്നായി ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഉൾഭാഗവും പുറമൊക്കെ ഒരുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് പറയാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.